ഹലോ, അതെ, മിസ്റ്റർ സുന്ദരേശനുണ്ടോ? ഉണ്ടല്ലോ. എവിടെ, ഒന്ന് വിളിക്കാമോ? അകത്തുണ്ട്. എന്താ പറഞ്ഞേ? മാനേജർ വന്നിട്ടില്ല. ആ, എന്താണോ ചായക്ക് ഇത്ര താമസം? ചായയിൽ പൊക്കിക്കൊണ്ട് വരണ്ടേ? ഒരു സ്റ്റൗവാക്കി വെക്കാത്തത് ഇട്ട് കുടിക്കാമല്ലേ? സാറേ, കോംപ്ലാൻ ഇല്ല. ചായ വേണോ? ആ, ശരി. സന്തോ സന്തോ, നിന്നെ ഇന്ന് പതിവ് പോലെ ഹാളിലൊന്നും കണ്ടില്ലല്ലോ. ഓഫീസിൽ നിന്ന് ഒരുപാട് ചായ, ഓഫീസിൽ നിന്ന് ഒരുപാട് ഫയൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. വല്ലാത്ത ക്ഷീണം. ആ, അമ്മയെ വഴക്കുണ്ടായില്ലേ? ശരി, കോട്ടൂരണ്ട, ഹോർലിക്സ്. എന്താ സന്തോ ഇത്? വൃത്തികേടായിരുന്നു. നിങ്ങൾക്ക് ബാങ്കിൽ എന്താണ് ജോലി? ഓഫീസർ. ഓഫീസറുടെ ജോലിയാണ് ചായ സപ്ലൈ ചെയ്യുന്നത്. ചായ സപ്ലൈ? നീ എന്തോ പറയാൻ സന്തോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ പിയോണാണ്. എന്നെ ചീറ്റ് ചെയ്താണ് നിങ്ങൾ മാനേജ് ചെയ്തത്. ഇല്ല, ഞാൻ പറയുന്നത് സന്തോ, ഞാൻ ചീറ്റ് ചെയ്തില്ല സന്തോ. സന്തോ സന്തോ വേണ്ട, ഞാൻ നിമിഷം ഇവിടെ ഇറങ്ങാണ്. സന്തോ, നീ എങ്ങോട്ടും പോണ്ട സന്തോ. നീ ഇല്ല, എനിക്ക് ജീവിക്കാനാവൂല്ലോ സന്തോ. സന്തോ, SSLC-കാരനും പിയോണുമായ ഒരു ഭർത്താവ് എന്റെ സ്റ്റാറ്റസിന് ചേർന്നല്ല. നീ വിഷമിക്കാതെ, എല്ലാ പ്രശ്നത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം സന്തോ. എങ്ങനെ? നീ വാ, ഞാൻ പറയാം. ഒന്നാമത്തെ പ്രശ്നം, ഞാൻ SSLC ആണെന്നുള്ളതല്ലേ. നാളെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജ് ചേർന്ന് BSc വരെ പഠിച്ചാൽ ആ പ്രശ്നം തീർന്നു. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ ബാങ്കിൽ ഓഫീസർ അല്ല എന്നുള്ളത്. BSc വരെ പഠിച്ച് എനിക്ക് പ്രമോഷൻ കിട്ടും. അതോടെ ചായ കൊടുപ്പ് നിൽക്കും. അപ്പോഴും നിന്റെ പ്രശ്നം ബാക്കി കിടക്കുന്നു. നീ പ്രസവിക്കുന്നതിന് പകരം എന്റെ അമ്മ പ്രസവിച്ചാൽ മതിയോ? ഞാൻ സുന്ദരേശനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം നിന്റെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം കാണും. നിന്റെ പ്രശ്നം പരിഹരിക്കണം. രാധയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഏതായാലും നന്നായല്ലേ? എന്താ? അല്ല, രാത്രിയിൽ മിനിമോള് രാധയോട് കിടന്നോളല്ലോ. ഓ, മതി. പിന്നെ വേണന്റെ കാര്യം എന്തായി? ചേട്ടൻ അന്വേഷിക്കുന്നില്ലേ? രാധ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ എന്ന് കരുത്തില്ല. അതിനവൻ മണ്ടാക്കിന് വരാതെ ഞാൻ എന്ത് ചെയ്യാന്? ആന്റിക്ക് ബോധ്യത്തിന്റെ കഥ അറിയാമോ? എനിക്കറിയാം. ടീച്ചർ പറഞ്ഞതാ. എനിക്ക് രസമാണെന്ന്. അയ്യേ, ആന്റിക്ക് ഒരു കഥ അറിയത്തില്ല. മോൾ ഉറങ്ങിക്കും. മമ്മി ഡാഡി ഉറങ്ങിക്കാണും. രാത്രി ഒരുപാടായില്ലേ? ഏയ്, ഡാഡി ഉറങ്ങത്തില്ല. മമ്മി ഉറക്കത്തി ഇച്ചും പേയും പറയുന്നുണ്ടോ നോക്കുക. നല്ല മീനുണ്ട്. വേണു മദ്രാസിൽ നിന്നും വരാതിരിക്കില്ല. രാധ വിഷമിക്കാതിരിക്കും. എത്ര ദിവസം എന്ന് വെച്ചാ ചേച്ചി ഇവിടെ ഇങ്ങനെ? ഓഹോ, അതാണോ കാര്യം? അതുകൊണ്ടൊന്നും രാധ പറയാകണ്ട. രാധയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. എനിക്കിവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സമയമെങ്കിലും പോയി കിട്ടുമായിരുന്നു. ചേച്ചി രവേട്ടനോട് പറഞ്ഞ് എനിക്കൊരു ജോലി വാങ്ങി തരാമോ? ഞാൻ ചേട്ടനോട് പറയാം. മമ്മി മമ്മി, ഇത് കണ്ടോ മമ്മി? ബാറ്റിന്റെ ഗട്സ് പൊട്ടിപ്പോയി. ഒന്ന് കേട്ടിട്ടാ മമ്മി? എനിക്കിത് കെട്ടാനൊന്നും അറിഞ്ഞൂടാ. ഇങ്ങ് തരൂ ചേച്ചി, ഞാൻ കെട്ടിക്കൊടുക്കാം. താങ്ക് യു ആന്റി. രാധയ്ക്ക് ഇതെങ്ങനെ അറിയാം? വേണേട്ടൻ പഠിപ്പിച്ചു തന്നതാ.
ഗഡ്സ് പൊട്ടിപ്പോയല്ലോ ചേട്ടാ. ആ ഇങ്ങോട്ട് വാ. ഇതേപോലെ നിന്റെ കഴുത്തിലും ഞാനൊന്ന് കെട്ടിയിടും. ഗഡ്സോ? പൊന്നുകൊണ്ടൊരു താലി. പോ ചേട്ടാ. രാധകരയാണ്. ആവശ്യത്തിലധികം കണ്ണുനീര് രാധയുടെ കയ്യിൽ സ്റ്റോക്കുണ്ടെന്ന് എനിക്കിവിടെ വന്നേ എന്ന് എന്നെ മനസ്സിലായി. ഇങ്ങനെ കരഞ്ഞു തീർത്താൽ ശരിക്കൊരു ആവശ്യം വരുമ്പോ കണ്ണുനീര് ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരും. ആ എന്തു ഞാൻ രാധയ്ക്ക് YWCയിൽ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ജോലി കിട്ടിയാൽ അവിടെ തന്നെ താമസിക്കുമെന്നാണ് അവരുടെ നിയമം. വേണുവിനെ കണ്ടു കിട്ടാത്തത് ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ടാണെന്ന് രാധയ്ക്ക് തോന്നുന്നുണ്ട്. ഞാൻ ദിവസവും അന്വേഷിക്കുന്നുണ്ട്. മദ്രാസിൽ നിന്നും ഏരിയ മാനേജരായി പ്രൊമോഷനോട് കൂടിയാണ് അദ്ദേഹം വരുന്നത്. ആ രാധയുടെ നല്ല കാലം അടുത്തെന്നാ തോന്നുന്നേ. അതിലേ നാളെ രാവിലെ ജോലിക്ക് പോകാൻ റെഡിയായി എന്നോണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇറക്കടാ. ആ എത്രയായി? 10 രൂപ. അരട്ടെ സാർ. റൈറ്റ്. എടാ അറിയാ, നിന്നെ കണ്ടിട്ട് എത്ര കാലമായടാ. എന്താ അറിയിക്കായിരുന്നത്? ഞാൻ നേരത്തെ പോകുന്നില്ലയാ. ആ നീ വാ. നീ വാ. ഏതായാലും ഇന്ന് ഘോഷിക്കണം. ആ അതിരിക്കട്ടെ, മദ്രാസിലെ ഗേൾസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇവനെപ്പോഴും ഈ ഒരു ചിന്ത മാത്രമുള്ള അയ്യാ. ഒരു ഗുഡ് ന്യൂസ്, എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഏരിയ മാനേജറായിട്ട് ഇവിടെ തന്നെ. ഏരിയ മാനേജർ ആയതുകൊണ്ട് സാറിന് ഇനി ഇവിടെ താമസിക്കാൻ അല്പം വിഷമം കാണും. ഓടാണ്. ആ ഞങ്ങളെല്ലാം കുഴപ്പന്മാരാണല്ലോ. ഇനി ഞങ്ങളിവിടെ താമസിക്കാൻ സാറിന് ചിലപ്പോൾ ബുദ്ധിമുട്ടായി. എന്തോ വലിപ്പറഞ്ഞായിരിക്കും. നിക്ക്, നമുക്കൊരു കൂട്ടക്കുളി പാസ്സാക്കാം. ഗുഡ് ഐഡിയ. നടക്ക് നടക്ക്. മദ്രാസിൽ നിന്ന് വന്നല്ലേ, അവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് വന്ന് പറഞ്ഞേ. ഇനി ഇവനെ കുളിപ്പിക്കുന്ന ജോലി വരെ എനിക്ക്. വരട്ടെ, സമയം കിട്ടുമ്പോഴൊക്കെ ഇനി വരണം. വരാം. YWC താമസമായി കഴിഞ്ഞാൽ ഞങ്ങളൊന്നും മറന്നു കേട്ടോ. മിനിമോടെ ആന്റി പോട്ടെ. ആന്റി ഞാൻ വീട്ടില്ല. ആന്റി പോവേണ്ട. മമ്മി ആന്റിയോട് പോവണ്ടെന്ന് പറയാമേ. മോളെ, ആന്റി കുത്തിവെപ്പിക്കാൻ പോവുക. മോളെ എന്നാ മോളെ ഡോക്ടർ കുത്തിവെക്കും. ആണോ അമ്മി? അതെ. രാധ കയറിക്കോളും. പോട്ടെ മോളെ. ടാറ്റാ ടാറ്റാ. ആന്റി കുത്തി വെച്ചിട്ട് വേഗം വരണേ. വരാം മോളെ. പിന്നെ ഡാഡി വേഗം ഇങ്ങ് കൊണ്ടുവരാം. ടാറ്റാ. കഞ്ഞു കാണാൻ വയ്യാത്തവൻ ഞാൻ വല്ലതും തരണേ. രണ്ട് നാരങ്ങളും തന്നെ. ഇവൻ എവിടെ നിന്ന് വന്നതാ? നെഞ്ചത്ത് കയറ്റിക്കൂടാ. തനിക്കപ്പോ കണ്ണു കാണാല്ലേ? അപ്പൊ നീ എന്നെ പരീക്ഷിക്കായിരിക്കും. രണ്ടാം കണ്ടില്ല. സാറേ 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 മനുഷ്യ തെണ്ടാനാലോചിക്കില്ല. തെണ്ടികള്. സാറേ 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 രണ്ട് കണ്ണും കാണാൻ വയ്യ. ഒരു 10 രൂപ തരണേ. അയ്യോ എന്റെ പൊന്നപ്പൂക്ക, 50 പൈസ ഉരുൾ എടുക്കല്ലേ. നല്ല തടിയാണല്ലോടാ, വേലയെടുത്ത് ജീവിച്ചൂടെ? ഈ നല്ല കണ്ണ് എന്തിനാ കാഴ്ചയില്ലെന്ന് പറയുന്നത്? ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ചെല്ലേ. സാറേ സാറേ എന്തെങ്കിലും തരണേ സാറേ. രണ്ട് കണ്ണ് കാണാൻ വയ്യ സാറേ. സാറേ 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 എന്തെങ്കിലും തരണേ സാറേ. സാറേ സാറേ ചേട്ടാ ചേട്ടാ എന്തെങ്കിലും തരണേ ചേട്ടാ. ചേട്ടാ ചേട്ടാ സാറേ സാറേ ചേട്ടാ 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 എന്റെ കാഴ്ച ചേട്ടാ. ചേട്ടാ 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 എന്റെ കാഴ്ച ചേട്ടാ. എന്നെ എടുത്തു തരണേ ചേട്ടാ. എന്നെ സഹായിക്കണേ ചേട്ടാ. ചേട്ടാ സാറേ 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 ഒരു 10 പൈസ തരണേ സാറേ. കയ്യും കാലും കളന്നവരാണ്. ഒരു 10 പൈസ തരണേ. നിങ്ങളെ പോലെ കയ്യും കാലും ഉണ്ടായിരുന്നവനാണ് സാറേ. ഞാൻ നല്ല റെസ്പെക്ടബിൾ ഫാമിലിയിൽ നിന്ന് വന്നവനാണ് സാറേ.
സാറേ സാറേ ഒരു 10 പൈസ അമ്മച്ചി അമ്മച്ചി ഒരു നാളിലെ വരണേ തരില്ലേ? അയ്യോ അയ്യോ സാറേ 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 സഞ്ചിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ സാറേ? സാറേ സാറേ ഒരു 10 പൈസ തരണേ, കയ്യും കാലും തള്ളവനാണ്. അയ്യോ സാറേ 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 ബസ്സിലേക്കും സാറേ 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 നോട്ടാണെങ്കിൽ ചില്ലറ സാറേ 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 കയ്യും കാലും തള്ളവനാണ്. സാറേ സാറേ ഇങ്ങോട്ട് പോയി കയ്യും തലയും പുറത്തെടുത്ത് കേട്ടാ, എന്നെ പോലെ ആയിപ്പോ. സാറേ സാറേ ഞാൻ സാറേ സാറേ കൈ ഹലോ ആ ആൻറ്റി ഓ അമുൽ ബേബി ഹലോ അങ്കിൾ പോക്കറ്റില്ലേ? സോറി ഹായ് കൊള്ളാലോ. ഇന്നത്തെ കളി മോശം, ഒരു കലക്ഷമില്ല ഇന്ന്.